അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഞാനിങ്ങനെ ലാലപിടുന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പം ദൈവത്തിൻ്റെ മഹത്വവും ഗ്ലോറിയും സുസ്മാരെ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ ദർശിച്ച സമയത്ത് ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാക്ക് പോലും ഉരുവാടാനായിട്ട് കഴിയത്തില്ല. അത്ര ഭയങ്കരനായ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ടാണ് ദൈവം നമുക്ക് ഭാഗ്യവും പദവിയും തന്നത്. അവർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം സഹോദരന്മാരെ, അത് പഥ്യവചനമാണ്. ഈ വചനത്തിന് പഥ്യമുണ്ട്, പഥ്യവചനമാണിത്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ ജാഗ്രതയോടെ, വളരെ സുബോധത്തോടെ, വളരെ ജ്ഞാനത്തോടെ, വളരെ വിവേകത്തോടെയാണ് ദൈവത്തിൻ്റെ വചനത്തോടും സമീപിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ ആഗതനാകുന്ന അരുളിച്ചത് ദൈവം നമ്മുടെ മുമ്പാകെ, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്നുള്ള ആ ഒരു ഭയത്തോടും ആ ഒരു ബഹുമാനത്തോടും നമുക്ക് ദൈവത്തിലായിരിക്കാൻ ഇടയായി തീർക്കട്ടെ. നമുക്ക് റോമാലേഖനം അതിൻ്റെ 11-ാമത്തെ വാക്യം, 11-ാം വാക്യം, അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 11-ന്റെ 17 തൊട്ട്. അല്ല 16 തൊട്ട് വായിക്കണേ, സോറി. മതി. നമുക്കറിയാം ഈ സംഭവം ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ഇത് ഇസ്രയേലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വിശുദ്ധമെങ്കിലും കൊമ്പുകളും അങ്ങനെ തന്നെ, കൊമ്പുകളിൽ ചിലത് ഒടിച്ച് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു എങ്കിൽ. അവിടെ അങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതായത് നമ്മൾ ആരായിരുന്നു? ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ഇസ്രയേൽ പൗരതയോടല്ലേ, അബ്രഹാമിനോടോ യാക്കോബിനോടോ ഇസാക്കിനോടോ യാതൊരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു. നമുക്ക് യാതൊരു അടുപ്പവും ഇല്ലായിരുന്നു, നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അതുപോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി വായിക്കും, നമ്മൾ ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു എന്നെല്ലാം നമ്മളവിടെ വായിക്കുന്നു. ഈ നമ്മളെ അവിടെ വായിക്കുന്ന നമ്മൾ കാട്ടൊലിവായിരുന്നു നമ്മൾ. ഇന്ന് നമ്മൾ ഒത്തിരി പാട്ടുകളിലൂടെ പാടി. ആദ്യത്തെ പാട്ട്, അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ സ്നേഹം. 2-ാമത്തെ പാട്ടും സങ്കീർത്തനം വായിച്ചു. ഇതിലെല്ലാം ഞാൻ ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം, ദൈവത്തിൻ്റെ വചനം നമ്മൾ ദൈവവചനം പഠിപ്പിക്കുക അല്ല പഠിക്കുക എന്നൊക്കെ പറയുമ്പം സഹോദരന്മാരെ, ഇത് വളരെ ഭാരമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ഒരു 2 ആഴ്ച മുമ്പ് തൊട്ടേ നമ്മളതിൽ ജാഗരിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് ശുശ്രൂഷിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സഹോദരൻ പറഞ്ഞ പോലെ ബുക്കുകൾ വായിച്ചോ ഒത്തുവാക്യങ്ങൾ നോക്കിയോ അത് ആരെങ്കിലും പ്രസംഗങ്ങൾ കേട്ടിട്ടോ അല്ല പ്രസംഗിക്കാൻ വരുന്നത്. നമ്മൾ ദൈവവചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് പഠിച്ചിട്ട് ആണ് നമ്മൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെന്തുണ്ട്? ഒത്തിരി പോരാട്ടമുണ്ട്, ഒത്തിരി പ്രയാസമുണ്ട്, ഒത്തിരി വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഒത്തിരി തിരക്കേറിയ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ആരും വെറുതെ ഇരിക്കുന്നില്ല, വളരെ കഠിനാധ്വാനികളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവരെല്ലാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ കാണാൻ കഴിഞ്ഞൊരു കാര്യം, അവിടെ കാട്ടൊലിവായ നമ്മെ അവിടുന്ന് നാട്ടൊലിവായ
ക്രിസ്തുവിനോട് നമ്മളെ ഒട്ടിച്ചു. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മളിൽ യാതൊരു ഗുണമോ ഒരു നന്മയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ നമുക്കറിയുന്ന വഡ് ചെയ്യുന്നുണ്ട്, റോസ ചെടി വഡ് ചെയ്യാറുണ്ട്, റബ്ബർ മരം വഡ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും വഡ് ചെയ്യാറുണ്ട്. വഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല നല്ല ഫലമുള്ള ഒരു റബ്ബറിൻ്റെ തൊലിയാണ്, കണ്ണാണ് എടുത്തിട്ട് ഒരു നാടൻ മരത്തിൻ്റെ ചുവട്ടിൽ വഡ് ചെയ്ത് കഴിയുമ്പം പിന്നെ വരുന്നത് എവിടെ നിന്ന് അറിയാമോ? ഈ അതേ പിടിപ്പിച്ച തൊലിയിൽ നിന്നുള്ള ഫലമാണ് അതിൽ നിന്ന് വരുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും നല്ല റോസപ്പൂ പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ നല്ല കണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് മോശമായ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ വഡ് ചെയ്തിട്ട് നല്ല പുഷ്പം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതേപോലെ സൗരസുമാരെ നമ്മൾ ആരായിരുന്നു? ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, പാപികളായിരുന്നു, ദോഷികളായിരുന്നു, എല്ലാം കൊണ്ടും പുറംതിരിയപ്പെട്ടവരായിരുന്നു. ആ സ്ഥാനത്താണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒട്ടിച്ചു എങ്കിൽ നമ്മൾ ഈ 61 ഈ യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, 11-ൻ്റെ 6-ാമത്തെ വാക്യം എന്ന് വായിച്ച് നമുക്ക് ഇതിനുള്ളത്. ഞാൻ കുറേ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഇതിലുള്ള ബന്ധത്തിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഉറപ്പിനും ധൈര്യത്തിനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും വേണ്ടിയിട്ട് വചനത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ നിലനിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറയുക, ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തുകൊള്ളുവിൻ. അപ്പം അതിൻ്റെ യിരെമ്യാവ് 6-ൻ്റെ 11-ൻ്റെ 6. യിരെമ്യാവ് 6-ൻ്റെ 11 നമ്മൾ ആ വാക്യം വായിച്ചത്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ്, ആകയാൽ നീ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് 11 ബ്രദറെ? 11-ാം അധ്യായത്തിന് 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതിനെ വായിച്ച, സോറി, ഞാൻ വായിച്ചു തെറ്റിപ്പോയതാ, സോറി. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്ത്, യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളൊക്കെ നീ വിളിച്ചു പറയുക, ഇത് നിയമത്തിൻ്റെ വചനം, ഇത് കേട്ട് ചെയ്തു കൊള്ളുവിൻ. ഇതാരോടാ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ഇസ്രായേൽ ജനങ്ങളോടാ ഈ കാര്യം പറയുന്നത്. നീ യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിലും വീഥികളിലും ഈ വചനങ്ങളൊക്കെ നീ വിളിച്ച് പറയേണ്ടത് ആവശ്യമുണ്ട്. നമ്മളതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന അതിൻ്റെ 15-ൻ്റെ 2-ാമത്തെ വാക്യം, അതിലിങ്ങനെ എഴുതിയിരിക്കുന്ന 15-ൻ്റെ 2 എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ വെട്ടി നീക്കിക്കളയുന്നു, കായ്ക്കുന്ന അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചന കേൾവി നമ്മളെ എന്ത് ചെയ്യുന്നറിയാവോ? ചെത്തി വെടിപ്പാക്കുക. കാരണം നമ്മൾ അധികം ഫലം കായ്ക്കുവാനായിട്ട് നമുക്കറിയാം. ബ്രദറിൻ്റെ പറമ്പിലുണ്ട്, നമ്മുടെ മിക്കവാറും പറമ്പിലുണ്ട് കൊക്കോ ഉണ്ട്. കൊക്കോ അത് പല ശൈലിയിൽ കൂടെ ശേഖരം പോയി കഴിഞ്ഞാൽ വേണ്ട വിധത്തിലുള്ള ഫലം അതിന്, നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം അതിന് കിട്ടത്തില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ താല്പര്യപ്രകാരം, നമ്മുടെ അഭിലാഷപ്രകാരം, നമ്മുടെ അഭിപ്രായപ്രകാരം നമ്മൾ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ഫലം നമ്മളിൽ നിന്ന് വേണ്ട വിധത്തിൽ പുറപ്പെടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മളെ എന്ത് ചെയ്യും? പല മേഖലകളിലൂടെ അതിനായി ശോധനകൾ നമുക്ക് വരുന്നത്, വേദനകൾ വരുന്നത്, രോഗങ്ങൾ വരുന്നത്, അപമാനങ്ങൾ വരുന്നത്, നിന്ന വരുന്നത്, പഴി വരുന്നത്, ഇവിടെയെല്ലാം നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നത്? ചെത്തി വെടിപ്പാക്കുക. എന്തിനാ? നമ്മൾ അധികം ഫലം ഉള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ചെത്തൽ അങ്ങോട്ട് കൊള്ളുമ്പോൾ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ ചെത്തലിന് എന്തുണ്ട്? വേദനയുണ്ട്. വേദനയില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഡോക്ടർ നമുക്കൊരു രോഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഓപ്പറേഷൻ ചെയ്യും, ഇല്ലേ? ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വയറൊക്കെ കീറണം. അത് കീറുന്ന സമയത്ത് ചിലപ്പോൾ അവർ വേദനിക്കാതിരിക്കാനായിട്ട് മരപ്പിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി വേദനയൊക്കെ സഹിക്കണം. എന്തിനാ? നമ്മൾ ഈ വേദനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാ ഈ രോഗത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കണം, സൗഖ്യം ലഭിക്കണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചില വേദനകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവികമായ ഫലം, കാരണം നമ്മളെ വഡ് ചെയ്ത് നമ്മളെ ആക്കിയിരിക്കുന്ന ആരില്ല? ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം ജനമായ ഇസ്രായേൽ ആ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവനെ അധികാരം കൊടുത്തു. സഹോദരന്മാരെ, ഇന്ന് പലരും ദൈവത്തിൻ്റെ മക്കൾ മാത്രമായിരിക്കുക, പിതാവിൻ്റെ ഹിതം
ചെയ്യുന്ന മക്കൾ വളരെ കുറവാണ്. മക്കളെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. നമ്മൾ എല്ലായ്പ്പോഴും നമ്മളെ ചെത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാകത്തില്ല സഹോദരന്മാരെ, നമ്മളെ ശാസിക്കുമ്പോൾ. ദൈവത്തിന് വേണ്ടി വായിക്കും, താൻ കൈക്കൊള്ളുന്ന ഏത് മക്കളെ അവൻ തല്ലുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് എന്തിനാ? അവൻ്റെ വിശുദ്ധിയുടെ ഫലം നമ്മളിന്ന് പുറപ്പെടണം. അത് കാണാത്തിടത്താണ് നമ്മളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയ പല മുഖാന്തരങ്ങളും ദൈവം നമുക്ക് ഒരുക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പല കാര്യങ്ങൾ ചെയ്ത സമയത്ത് അവസാനം അതിന് നേരെ എതിരായ കാര്യങ്ങൾ വന്നു. അപ്പം ഞാൻ സഹോദരിയോട് ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ലോകം നമ്മളെ പകയ്ക്കുന്നെങ്കിൽ നമ്മൾ അധൈര്യപ്പെടേണ്ട. മരണം വിട്ട് നമ്മൾ ജീവനിൽ കടന്നിരിക്കും നമുക്ക് ഉറപ്പിക്കാം. അതിനാൽ ലോകം നമ്മളെ എല്ലാ കാര്യത്തിനും കയ്യടി തരികയാണെങ്കിൽ, ലൈക്ക് തരികയാണെങ്കിൽ, നമ്മളവിടെ എല്ലാത്തിനും പ്രശംസ പറയുകയാണെങ്കിൽ നമ്മളൊരു അപകടത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ, എനിക്ക് വേണ്ടപ്പെട്ട സഹോദരനാണ്. പുള്ള വീട്ടിൽ പോയി വചനമൊക്കെ സംസാരിക്കുമ്പോൾ ആ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് കാണാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര ഇങ്ങനെ തന്നെ പറഞ്ഞു, നീ പ്രശംസിച്ചാൽ ഞാനൊട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നില്ല, നീ എന്നെ തള്ളിയാൽ ഞാൻ താഴോട്ട് പോകാനും ആഗ്രഹിക്കുന്നില്ല. എനിക്കത് കേട്ട സമയം തന്നെ മനസ്സിലായി. അതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ പല വചനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ സഹോദരന് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ കാര്യം ആത്മാർത്ഥമായിട്ടായിരുന്നോ പറഞ്ഞത്? ആത്മാർത്ഥമായിട്ടല്ലായിരുന്നു പറഞ്ഞത്. കാരണം ഇന്ന് നമുക്കറിയാം, പല സഭകളിലും പല സഭാ ശുശ്രൂഷകന്മാരും പല സഭകളിലും പിടിച്ചിരിക്കുന്ന സഹോദരന്മാർ 30-35 വർഷമായി ഞാനും ബന്ധക്കോസ് സഭകളിൽ ഇഷ്ടം പോലെ കയറി സഞ്ചരിച്ചിട്ടൊരു വ്യക്തിയാണ്. അച്ചായൻ പറയുന്നതും കൊച്ചമ്മ പറയുന്നതിനും യേശു വെക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ, അവരെ പ്രസാദിപ്പിക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസനല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. തീമോത്തിയോസിനോട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ, ചേർത്തിയവരെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ ഇടപെടരുത്. പട ചേർത്തിയതാരാ? വേറെ ആരുമല്ല, ദൈവമാണ് നമ്മളെ പടയ്ക്ക് ചേർത്തിയത്. അപ്പോൾ ആരെ വേണം പ്രസാദിപ്പിക്കാനായിട്ട്? ചേർത്തിയവനെ വേണം പ്രസാദിപ്പിക്കാനായിട്ട്. അവിടെ ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇന്ന് പ്രതിസന്ധികൾ അനുഭവപ്പെടും എന്നുള്ള പേടിച്ചിട്ടാണ് ദൈവത്തിൻ്റെ വേദന പറയുന്നത്, സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിൽ സ്നേഹത്തിൽ വസിക്കുന്നവന് ആ ഭയത്തിൽ നിന്ന് അവൻ പുറത്താണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മളോട് ശുശ്രൂഷിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം എന്നല്ലാതെ വേറൊരു അജണ്ട, വേറൊരു ആഗ്രഹം, വേറൊരു താല്പര്യം ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ നിമിഷം വരെ ഇല്ല, നാളെയും ഉണ്ടാകാതിരിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലുള്ള എരിവ്, ഞാൻ ഈ വിഷയത്തിലുള്ള ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക. അത് കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ വാനിശ്ചയം ചെയ്തു. അതായത് ക്രിസ്തുവിൻ്റെ ഏക, ആ വാക്യം നമുക്ക് വായിക്കും, ക്രിസ്തു എന്ന ഏക, അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഒന്നല്ല 2 കൊരിന്ത്യലേഖനം, അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഈ പൗലോസിന് ആദ്യം ഉണ്ടായിരുന്ന എരിവ് എന്തായിരുന്നു അറിയാമോ? അധികാരികളിൽ നിന്ന് അധികാരപത്രം മേടിച്ച് ക്രിസ്തീയ കുടുംബങ്ങളെ, ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ മുഴുവൻ മുടിച്ചു കളയാനുള്ള എരിവായിരുന്നു. ആ പൗലോസ് തിരിഞ്ഞ് ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട് ക്രിസ്തുവിനെ തൻ്റെ ഉള്ളിൽ പ്രാപിച്ചു കഴിഞ്ഞ് താൻ കടന്നു വന്നു കഴിഞ്ഞപ്പം തൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു എരിവാണ്. അവിടെ പറയുന്നത്, ആകയാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകളായി ഏൽപ്പിക്കാൻ നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ഇപ്പം പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹവും ആഗ്രഹവും വാഞ്ചയും എല്ലാം തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരെയും ക്രിസ്തുവിൽ അവിടുന്ന് നിർമ്മല കന്യകളായിട്ട്
നിശ്ചയം ചെയ്യുക. അവരിൽ കറ കാണാൻ പാടില്ല, ചുളുക്കം കാണാൻ പാടില്ല, വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ ഒരു ഉത്തമ അവകാശത്തിന് വേണ്ടി. അതായത് നമ്മൾ എഫേസ്യരിൽ വായിക്കുന്ന കറയും ചുളുക്കവും വാട്ടവും മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സോടെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു അവൾക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതേ ഒരു മനോഭാവമാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അധ്യക്ഷരായിരിക്കുന്നവരുടെ ഹൃദയത്തിലുള്ള വാഞ്ച, ആഗ്രഹം ഇത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യാതൊരു മയവും കൂടാതെ ദൈവത്തിൻ്റെ വചനത്തിന് നമുക്കാർക്കും ദൈവത്തിന് വേണ്ടി വായിക്കുന്നത് അത് കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വചനം കൂട്ടിയ വ്യക്തി ആരാണ്? ആദ്യം പറ. ഈ വചനത്തെ കൂടുതൽ പറഞ്ഞ വ്യക്തി ആരാ? കൂട്ടി പറഞ്ഞ ആരാ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ആദാമാ, അവ്വായ ഇത് പറഞ്ഞത് സൈസ്മാരെ. തൊടുക പോലും ചെയ്യുന്ന കർത്താവ് പറഞ്ഞോ? തുടരുന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇത് കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. വെളിപ്പാട് പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇതിൽ എഴുതിയിരിക്കുന്ന വാദ ഇത് കൂട്ടിയവൻ്റെ മേൽ വരുമെന്ന്. അപ്പോൾ ആ ഭയമുള്ളവൻ ഇത് കൂട്ടി സംസാരിക്കാൻ പറ്റുമോ? ഇത് കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഗൗരവത്തോടെ ഈ ദൈവവചനം നമ്മളങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം. നമ്മൾ അതിൻ്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന കാര്യമാണ്. എഫേസ്യ 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കണ്ടോ? മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. നമുക്ക് ഇസ്രയേലുമായിട്ടോ അബ്രഹാമായിട്ടോ അല്ലെ ഇസാക്കായിട്ടോ യാക്കോബായിട്ടോ യാതൊരു ബന്ധമില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ ആ യാഗത്തിലൂടെ, ആ മരണത്തിലൂടെ ദൂരസ്ഥരായിരുന്ന് നമ്മളെ സമീപസ്ഥരാക്കി. അതായത് ഇസ്രയേൽ ഭവനത്തോട് പോലും നമ്മളെ അടുപ്പിച്ചു ചേർത്ത് നിർത്തി. ഇത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ. അപ്പം നമ്മളെ വഡ്ഡി ചെയ്തു, ക്രിസ്തുവിലാക്കിയിരിക്കുക നമ്മളെ. അപ്പോൾ നമ്മളിൽ നിന്നെയും പുറപ്പെടേണ്ട ഫലമെല്ലാം ഏതായിരിക്കണം? ക്രിസ്തുവിലുള്ള ഫലമായിരിക്കണം നമ്മളിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ ഈ ഫലം കാണാത്തടത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശുശ്രൂഷരായിരിക്കുന്നവരുടെ ജീവിതത്തിലെ പ്രത്യേകത അവർ ആത്മാക്കളെ വിവേചിക്കുന്നവരായിരിക്കണം. വിവേചിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഞാൻ എന്നെ തന്നെ വിവേചിക്കുന്നവനായിരിക്കണം. എന്നെ വിവേചിക്കണം, ഈ കാലത്തെ വിവേചിക്കണം, ഉപദേശത്തെ വിവേചിക്കണം, പിന്നെ ആത്മാക്കളെ വിവേചിക്കണം. എങ്കിൽ മാത്രമേ അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ വിവേചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം ഞാൻ പറയാം. അവരുമായിട്ട് ഇടപെടുമ്പം, അവരുമായി സംസാരിക്കുമ്പം അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൂടെ നമുക്ക് കാര്യങ്ങൾ, പ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇന്ന് പ്രവാചകന്മാർ പറയുന്ന പോലെ നമുക്കുള്ളിൽ കയറി കാര്യം അറിയാവുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, പിശാചിന് പോലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യം അറിയത്തില്ല. അതും ഞാൻ പറഞ്ഞുതരാം. പിശാച് പോലും നമ്മുടെ പുറത്ത് പ്രവൃത്തിയിൽ വരുന്ന കാര്യത്തിലാണ് അവൻ നമ്മളെ പിടിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുമുമ്പിൽ വേണം ജീവിക്കാൻ. ദൈവം നമ്മളെ എല്ലായ്പ്പോഴും കാണുന്നുള്ള ആ ഭയമായിരിക്കണം നമ്മൾ ദോഷങ്ങളെയും തിന്മകളെയും പാപങ്ങളെയും ഒക്കെ വിട്ടോടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. സഭയിലെ സഹോദരന്മാരോ സഭയിലെ പാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയോ ഒന്നുമല്ല. ഞാൻ ഒരിക്കൽ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ചർച്ചിലായിരുന്ന സമയത്ത് ഞാൻ പോകുമ്പം ആ സഭയിൽ 2-3 പാട്ടുകാർ സഹോദരന്മാരുണ്ട്, മുന്നിൽ നിന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ നന്നാക്കാനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന സമയത്ത് അപ്പം അവിടുത്തെ പാഷനോട് എപ്പോഴും പറയും നല്ല ആത്മീകരായ സഹോദരന്മാരാണ്. പക്ഷെ ഞങ്ങൾ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഒരിക്കൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഈ പാട്ട് ലീഡ് ചെയ്യുന്ന സഹോദരൻ എൻ്റെ കയ്യിലൊരു മദ്യക്കുപ്പിയുണ്ട്, ഓട്ടോ നന്നാക്കാൻ വന്ന ഓട്ടോക്കാരനും ഇദ്ദേഹം കൂടെ കുടിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മാറ്റി വെച്ചു. പിറ്റേ ദിവസം എന്തോ പുള്ളി യോഗത്തിന് വന്നില്ല, പാട്ടാനും കേടിയില്ല. ഞാൻ പറഞ്ഞതിന് കാരണം നമ്മൾ സഭയെ നയിക്കുന്നവരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാക്കളെ ദൈവത്തിൻ്റെ വേണ്ടി ഏത് ആത്മാക്കളും ദൈവത്തിനുള്ള ആണോ നമ്മൾ ശോധന ചെയ്യണമെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വിധിക്കുന്നവരും വിവേചിക്കുന്നവരും, അതായത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മളിൽ പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും നമ്മൾ പിടിച്ചടക്കുന്നവരും കീഴടക്കുന്നവരുമാണെങ്കിൽ മാത്രമേ നമുക്കത് കഴിയാനായിട്ട് കഴിയുള്ളൂ. അത് കുടുംബത്തിലും പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് കൂടെ വിവേകത്തോടെ പാർക്കണം, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ പാടില്ല,
ഭാര്യയോടുകൂടെയും വിവേകത്തോടെ വേണം പാർക്കാനായിട്ട്. എങ്കിൽ മാത്രമേ തന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെയും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തായിരിക്കുമ്പം ഇനി പറയുന്നത്, ആത്മികൻ സകലരെയും വിവേചിക്കും, അവൻ ആരാലും വിവേചിക്കപ്പെടത്തില്ല. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് സഹോദരന്മാരെ. ആത്മീയൻ സകലരെയും വിവേചിക്കും, അവനെ ആർക്കും വിവേചിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനത്തെ ദോഷം അവൻ ചെയ്യത്തില്ലെന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഞങ്ങളെ വളരെ നന്നായി ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ ഒരു സമയത്ത് ഞാൻ ഓർക്കുക, അവിടെ ഒരു ചെറുപ്പക്കാരനായ സഹോദരനുണ്ട്. അപ്പം ഞാനും ആ സഹോദരനും ഇത്രയും അകലെ ഇങ്ങനെ നിൽക്കുക, വണ്ടി കയറാനായിട്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലും സഹോദരൻ ഇപ്പുറത്തെ സൈഡിലും നിൽക്കുന്നത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ 2 പെൺകുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. അപ്പം കുറേ നേരം കഴിഞ്ഞുടനെ ഇദ്ദേഹത്തിൻ്റെ നോട്ടം കണ്ടിട്ട് ആ കുഞ്ഞുങ്ങൾ ഇപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്നാ ഞങ്ങളെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടൊരു പൈതലാണ്, സഭയെ പ്രബോധിപ്പിക്കുന്നയാളാണ്, മനസ്സിലാക്കണം. അപ്പോൾ ആ സഹോദരൻ വന്നിട്ടായാലും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പിള്ളേർ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, നീ ആ പിള്ളേർ ലോകമനുഷ്യനാണ്, നീ അവരെക്കാൾ തരം താണു പോയി എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവം നിന്നെ ഉണർത്തിക്കുകയാണെന്ന് പറഞ്ഞു, ദൈവം നിന്നെ ശാസിക്കുകയാണെന്ന് പറഞ്ഞു. നിനക്ക് തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ നീ തിരുത്തൽ പ്രാപിച്ചോളാൻ പറഞ്ഞു. സഹോദരന്മാരെ, ആ സഹോദരൻ അത് കൂട്ടാക്കിയില്ല. വലിയ 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 തെറ്റുകളിലായി സഭ വിട്ട് പോകേണ്ട ഗതികേട് വന്നു. ഇതാണ് നമ്മൾ അതായത് ദൈവം നമ്മളോട് പല തെറ്റുകളിലും നമ്മളെ ശാസിക്കും, നമ്മളെ തിരുത്തും. നമ്മളത് ഏറ്റെടുക്കുന്നില്ലെന്ന് കൂട്ടിക്കോ. അതായത് രക്ഷിക്കപ്പെടാത്തവരാ ചില വ്യക്തികളിലൂടെ നമ്മളെ ദൈവം ശാസിക്കും. നമ്മൾ ചിന്തിക്കും അവരിലൂടെ നമ്മളോട് ഇടപെടും. സഹോദരന്മാരെ, നമ്മളത് സ്വീകരിക്കണം. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഭർത്താവായിരിക്കാം, മാതാക്കളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അവരിലൂടെ നമ്മളെ തിരുത്തും. അവിടെയും നമ്മൾ തിരുത്തപ്പെടേണ്ട ആവശ്യമുണ്ട്. ഈ സഹോദരൻ സഭ വിട്ടു പോകേണ്ട, അതായത് ഇതിനേക്കാൾ വലിയ തെറ്റ് നേരിട്ട് പിടിക്കേണ്ടതായൊരു അവസ്ഥയിലേക്ക് വന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യും, നമ്മൾ ചിന്തിക്കുന്ന ആരും കാണുന്നില്ല. അവസാനം ഇതെല്ലാം പൊളിയുന്നൊരു ദിവസമുണ്ട്. ഇങ്ങനെ വചനം പറയുന്നത്, നിങ്ങൾ പെരമോളിൽ അറകളിൽ വെച്ച് മന്ത്രിച്ചത് പെരമോളിൽ ഘോഷിക്കും, രഹസ്യമായിട്ട് ചെയ്തതൊക്കെയും പരസ്യമാക്കുന്ന ഒരു ദിവസമുണ്ട്. എന്തെന്നാ, വേറൊന്നും കൊണ്ടില്ല, ദൈവം ആ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ചിലരുടെ പാപങ്ങൾ ഇങ്ങനെ പറയിക്കുന്നത്, അതായത് ക്രമേണ വെളിപ്പെടും. ചിലരുടെ വിസ്താര സമയത്തെ വെളിപ്പെടുകയുള്ളൂ. ന്യായം വിസ്തരിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളെല്ലാം വെളിപ്പെട്ടിട്ട് നമുക്കത് ശുദ്ധീകരിക്കുവാനോ മാനസാന്തരപ്പെടാനോ അനുദപിക്കുവാനോ അവസരമുണ്ടോ സഹോദരന്മാരെ? ഇല്ല. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങളെ ഉണർത്തുമ്പോൾ, നമ്മളെ ഉത്സാഹിപ്പിക്കുമ്പോൾ, നമ്മളെ തിരുത്തുമ്പോൾ, നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ നമുക്ക് രക്ഷയ്ക്ക് കാരണമുണ്ട്. നമുക്ക് അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഓരോ കാര്യങ്ങളിലും മധ്യത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനം അതിൻ്റെ 52 നമ്മൾ ഇതിനോട് മധ്യത്തിൽ വായിക്കാം. സങ്കീർത്തനം 52 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. 52 അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. കണ്ടോ, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെ ആവുന്നു. കണ്ടോ, ഈ ഒട്ടിച്ച് കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവായിരിക്കുന്ന ക്രിസ്തുവിനോട് ഒട്ടിച്ച് കഴിയുമ്പോൾ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു ഒലിവൃക്ഷമായി നമ്മൾ തീരണം. ആലയത്തിൽ നമ്മൾ തഴച്ച്, നമ്മൾ തന്നെയാണ് ആലയമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനാണെങ്കിൽ നമ്മൾ തഴച്ച് വളരുന്ന ഒലിവൃക്ഷമായിരിക്കണം. ഈ ഒലിവൃക്ഷത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും സഹോദരന്മാരെ, ഒലിവൃക്ഷത്തെക്കുറിച്ച്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകണം ഈ ഒലിവൃക്ഷത്തിൻ്റെ ഫലമാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പം, അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം, അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിലിങ്ങനെ വായിക്കുന്നത്, പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്നു. എൻ്റെ പുഷ്ടിയും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞെന്താ, ഒലിവ് വൃക്ഷത്തെ പിടിച്ച് മറ്റുള്ള വൃക്ഷങ്ങളെല്ലാം രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒലിവ് വൃക്ഷം പറഞ്ഞത്, എൻ്റെ പുഷ്ടി,
ഞാൻ ആസ്വദിക്കുന്ന ഈ നല്ല ആസ്വാദനം വിട്ടിട്ട് ഞാൻ ഈ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകുമെന്ന്. സഹോദരന്മാരെ, നമ്മൾ ക്രിസ്തുവാകുന്ന ഒലിവ് വൃക്ഷത്തിന്മേൽ നമ്മളെ ഒട്ടിച്ചിരിക്കുക. ഇനി നമുക്ക് ലോകസുഖത്തിലേക്കും ജഡീക സുഖത്തിലേക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും ജഡീക അഭിലാഷങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയുമോ? കഴിയത്തില്ലെന്നാ ആ വാക്കിൻ്റെ അർത്ഥം. ആ വൃക്ഷം പറയാണ്, ഞാനിനി നിങ്ങളുടെ മേൽ ആടാൻ വരാനായിട്ടോ, എൻ്റെ ഈ പുഷ്ടിയൊക്കെ വിട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ആത്മീയ അതിൻ്റെ ആസ്വാദനം, ദൈവത്തിൻ്റെ മഹത്വം കണ്ടൊരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മഹത്വത്തിലേക്ക് പോകാൻ പറ്റുമോ? ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചൊരു വ്യക്തിക്ക് ലോക ഇമ്പങ്ങളിലേക്ക് പോകാൻ കഴിയുമോ? പാപം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ആസ്വദിച്ച ഒരു വ്യക്തിക്കും കഴിയത്തില്ലെന്ന്. ഒരു വൃക്ഷത്തിന് അങ്ങനെ കഴിയേലെങ്കിൽ വൃക്ഷത്തേക്കാൾ എത്ര വലുതാണ് നമ്മളെ ആക്കിയിരിക്കുന്ന ക്രിസ്തുവാകുന്ന ആ ഒലിവ് മരത്തെ നമ്മളാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആലയത്തിൽ തഴച്ച് വളരുന്നവരായിരിക്കണം. നമ്മെ കാണുന്നവരെല്ലാം എന്താണ്? ക്രിസ്തുവിനെ കാണാനിടയായിത്തിരിക്കണം. നമ്മളിലുള്ള ഫലം ഇങ്ങനെ, അതായത് ഫലം കായ്ച്ച് ഉലഞ്ഞിടട്ടെ. നമുക്കറിയാം ചില വൃക്ഷത്തിന്മേലൊക്കെ ഇപ്പം നമ്മൾ ചില സ്ഥലത്ത് നോക്കണ ഈ റംബൂട്ടാൻ വളരെ ശക്തമായിട്ട് കായ്ച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷേ മഴ ചെയ്തപ്പോൾ കുറേയൊക്കെ പോയി. അപ്പോൾ ഞാൻ പറയാം, അതിപ്പോൾ ഇങ്ങനെ ചിലത് മഞ്ഞ കളറാണ്, ചുമല കളറാണ്, അതിങ്ങനെ കാണാൻ എത്ര മനോഹരമാണ്. സഹോദരന്മാരെ, നമ്മൾ ദൈവിക സ്വഭാവത്താൽ നിറഞ്ഞവരായി കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്ക് തന്നെ ഒരു മനോഹരമായിരിക്കും. നമ്മളെ കാണുന്നവർക്ക് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മളിൽ വഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിൽ ഇപ്പോൾ പുറപ്പെടുന്ന ഫലം നമ്മുടെ ഫലമല്ല, ക്രിസ്തുവിലുള്ള ഫലമാണ് നമ്മളിൽ പുറപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനായിട്ട് വകയില്ല. നമ്മളിവിടെ വായിക്കുന്നു, നീ ഞെളിയാതെ നിൽക്കുക. കാരണം ഇവർ അവിശ്വാസത്താലാണ് ഒടിഞ്ഞു പോയത്. ആ ഇസ്രയേലിനെ നോക്കി അപമാനിക്കുകയോ നിന്ദിക്കുകയോ പഴിക്കുകയോ ദുഷിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവന് പറഞ്ഞിരിക്കുന്നത് അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയത്. അപ്പം നമ്മൾ വിശ്വാസത്താൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മളും അവിശ്വാസത്താൽ നിന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഇവരെ പോലെ ഒടിഞ്ഞു പോകും. നമ്മൾ ദൈവത്തിൻ്റെ ഭയത്തിൽ ഇസ്രയേലിനെ കുറിച്ച് ഒത്തിരി ഭാഗങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഇത് ലോകാവസാനം വന്നിരിക്കുന്നത് നമുക്ക് ബുദ്ധിപദേശത്തിനാണ്, നമുക്ക് ദൃഷ്ടാന്തത്തിനാണ്, നമുക്കൊരു മാതൃകയ്ക്കാണ്. അതായത് അവർ മരുഭൂമിയിൽ അവർ പ്രൂർത്ത് പോലെ നമ്മൾ പ്രൂർക്കരുത്, അവർ പരീക്ഷിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തനായി വെച്ചിരിക്കുക എന്ന് പറയുന്ന സഹോദരന്മാരെ, അവരുടെ വീഴ്ച കണ്ടിട്ട് നമ്മൾ അവരെ നിന്ദിക്കാൻ പോകണ്ട, അവരെ പഴിക്കാൻ പോകണ്ട, അവരെ ദുഷിക്കാൻ പോകണ്ട. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ ഇരിക്കും നമ്മളെല്ലാം. ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഞെളിയാതെ നിൽക്കുക. ഇന്ന് പലർക്കുള്ള കുഴപ്പം സഹോദരന്മാരെ, മനുഷ്യനും ദൈവവും ഒക്കെ അങ്ങോട്ട് പോഴ്ത്തുമ്പോഴത്തേക്ക് പിന്നെ ഇവർ നിരത്തും താഴെ ഒന്നും അല്ല നിൽക്കുന്നത്. ഇവരങ്ങ് ദൈവത്തിൻ്റെ ഭയത്തിൽ നമുക്കറിയാം ലൂസിഫറിന് സംഭവിച്ച കാര്യം എന്താ? അത്യുന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ എൻ്റെ സിംഹാസനം കയറ്റി വെക്കണമെന്നുള്ള നിഗളമാണ് തൻ്റെ ജീവിതത്തിൽ താൻ അതപ്പതിച്ച് പാതാളത്തിലേക്ക് പോകാനുള്ള കാരണം. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പല നിലകളിൽ ഉയർത്തിന്ന് വരും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, താഴ്മയോടെ നമ്മൾ നിൽക്കണം. ദൈവത്തിൻ്റെ പേരിക്കുന്നു, അതായത് താഴ്മയുള്ളവർക്ക് ഞാൻ അധികം കൃപ കൊടുക്കുന്നു, നെകളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ഇന്ന് സഭയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം ഒരുപക്ഷെ നന്നായി സംസാരിക്കുന്നുണ്ടാകാം, അനേക ഹൃദയങ്ങളിൽ ഇടപെടുന്നുണ്ടാകാം. ആരെങ്കിലും പുകഴ്ത്തിയാൽ ഞാനത് അപകടമായിട്ടാണ് ഞാൻ കാണുന്ന സഹോദരന്മാരെ. പുകഴ്ത്തുന്നത് നിങ്ങൾ തെറ്റെന്നല്ലേ പറഞ്ഞത്, ഞാനത് അപകടമായിട്ടാണ് കാണുന്നത്. കാരണം അടുത്ത നിമിഷം ഞാൻ കുഴി വീഴാൻ സാധ്യതയുണ്ട്. ഇത് ഈ ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രിയ ചെയ്തവനും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സംസാരിച്ച സമയത്ത് ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ സംസാരിച്ച വ്യക്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമുക്ക് അതിനൊന്നൊരു പ്രാപ്തിയുള്ളവരല്ല. നമ്മുടെ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് ഒന്നും കഴിയത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ വീണ്ടും കൊലോസി ലേഖനം അതിൻ്റെ 2:13 വാക്യം വാക്കി. കൊലോസി ലേഖനം 2:13. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രിയമത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു.
നിങ്ങൾ മുമ്പിൽ ആരായിരുന്നു? അതിക്രമത്തിൽ മരിച്ചവരായിരുന്നു, നിങ്ങൾ അഗ്രേമത്തിലും മരിച്ചവരായിരുന്നു. നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. നമുക്ക് ജീവൻ തന്നിരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഹോദരന്മാരെ, നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. സഭയുടെ ജീവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് നമുക്ക് ജീവനുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളത് ക്രിസ്തുവിലാണ്. നിത്യജീവനും നിക്ഷിപ്തമായിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ നിത്യജീവൻ യേശു ക്രിസ്തുവിനെ വിട്ടിട്ടൊരു ജീവൻ നമുക്ക് ഇല്ല. നമ്മുടെ ജീവനായ ക്രിസ്തു, ഇങ്ങനെ വായിക്കും, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പം നമ്മളുടെ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ ആ ജീവനിൽ നിന്ന് കൂടെയാണ് ഫലം പുറപ്പെടുന്നത്. ആ ഫലമാണ് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും സ്വസ്ഥതയായിട്ടും ഇതിൻ്റെ. ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിച്ച് സഹോദരന്മാരെ നമ്മൾ വെറുതെ ഒന്നിരിക്കുമ്പം ഒന്ന് ആസ്വദിക്കണം. ഇന്ന് പലരും പറയേണ്ട ആത്മാവിൽ, ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയാം സഹോദരന്മാരെ, ഞാൻ ഏകനായിരിക്കുന്ന സമയത്ത് ഞാൻ ആത്മാവിലാകുന്നുണ്ട്. ഞാൻ ആത്മാവിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഈ വചനമൊക്കെ വായിച്ച് ഞാൻ ചിലപ്പം സ്വസ്ഥനായിട്ട് ഒരു മുറി കയറി ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഈ മഹത്വം എത്ര വലുതാണ്! ഇത് അനുഭവിച്ചൊരു വ്യക്തിക്ക് വേറൊന്നും ആസ്വദിക്കാനായിട്ട് കഴിയത്തില്ല, വേറൊന്നും വിലയുള്ളതായിട്ട് കാണാൻ കഴിയത്തില്ല. അവൻ്റെ നഷ്ടങ്ങൾ അവന് പ്രശ്നമല്ല, അവൻ്റെ അപമാനം പ്രശ്നമല്ല, അവൻ്റെ ഞെരുക്കം പ്രശ്നമല്ല, അവൻ്റെ രോഗം പ്രശ്നമല്ല, അവനൊന്നും പ്രശ്നമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നിത്യകാലം ദൈവത്തോടു കൂടെ വാഴുന്ന വാസം തനിക്ക് ഓർക്കുമ്പം ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികമായിട്ട് അവനെ കാണാനായിട്ട് കഴിയും. എനിക്ക് എങ്ങനെ സവിസമയം ഞാനൊരു കാര്യം പറയാം, എങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ആ നിലയിൽ ദൈവം എന്നെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കുമ്പം യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ വായെ പൊത്തുന്നു. എൻ്റെ കാരണം എന്താ? ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാനിപ്പം എല്ലാം കണ്ട് അനുഭവിച്ചറിഞ്ഞു. കാരണം യോഗ് തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യോഗയെക്കുറിച്ച് ദൈവം തന്നെയാണ് സാക്ഷി കൊടുത്തത്. യോഗ് നീതിമാനാണ്, ദോഷമിട്ടകരുന്നവനാണ്, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെ ദൈവം തന്നെ സാക്ഷി കൊടുത്തു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ യോഗ് നെകളിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കാം യോഗിന് തന്നെ ദൈവം ഒരു പരീക്ഷ കൊടുത്ത് അവസാനം യോഗ് തന്നെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് പറഞ്ഞ്, ഞാൻ ദൈവമേ, നമ്മൾ 42-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ യോഗ് ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ദൈവം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പം യോഗ് ആകപ്പാടെ പൊടിയിലൊക്കെ ഇരുന്ന് റെട്ടെടുത്ത് വെണ്ണീരിലിരുന്ന് ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, ഇതേപോലെ നമ്മുടെ സ്വയബലമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട്, നമ്മുടെ സ്വയാശ്രയമൊക്കെ നഷ്ടപ്പെട്ട് ഇന്ന് അനേകർക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നീതിബോധം. തങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര നീതിബോധമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നീതിബോധമാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കൊരു ഇതുമില്ല, അവൾ എത്ര ചെയ്താലും ഞാൻ വലിയ പുള്ളിയാണ്. ഇതാണ് നമുക്ക് വരുന്ന കുഴപ്പം. സഹോദരന്മാരെ, ആർക്കാരും പറയാം, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു കഴിയുമ്പം നമ്മൾ വെറും പുഴുവാണ്, നമ്മൾ വെറും കൃമിയാണെന്നുള്ള ബോധ്യം ആത്മാവിൽ നമുക്ക് തരും ദൈവാത്മാവ്. അല്ലാതെ പലരും പുഴുവാണ്, കൃമിയാന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ദൈവവചനം ശക്തമായിട്ട് ഇടപെടുമ്പോൾ ഈ പുഴുക്കളൊക്കെ അങ്ങോട്ട് ഞൊളഞ്ഞു കയറി മറ്റവരെ തലയുടെ മുകളിൽ കൂടെ കയറിപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് പുഴുവെന്നല്ല, അത് പ്രാർത്ഥനയിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ താഴ്മയുള്ളൊരു സഹോദരനാണ്, ഞാൻ വളരെ ആത്മീകനാണ് എന്ന് കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. ആ നിലയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു വളരെ വേഗം ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. ഇതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ നിൽക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. സ്വന്തമായിട്ട് ഏത് ദുഷ്ടതയും പിടിച്ചു വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പരിധി കഴിഞ്ഞാൽ ഉണ്ടല്ലോ തന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അവരല്ലേ കുക്കർ പൊട്ടിത്തെറിച്ച് ഒരു സഹോദരിയുടെ തല പൊട്ടി അല്ലെ കാല് പൊട്ടി ദേഹം ചൂടാന്നൊക്കെ കേൾക്കില്ലേ, ഇതിനൊരു പരിധിയുണ്ട്. ഇതേപോലെ തന്നെ മനുഷ്യനും ഒരു പരിധിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതുപോലെ നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11:4. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. കണ്ടോ, അവർ ഭൂമിയിൽ നിൽക്കുന്ന ഒലിവൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ഈ ഒലിവിന് വളരെ പ്രാധാന്യം നമുക്കറിയാം. ഒലിവാണ് ഇടിച്ച് എടുത്ത് നിലവിളക്ക് ദേവാലയത്തിൽ കത്തിക്കുന്ന ഒലിവിൻ്റെ എണ്ണയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒലിവിന് ഒത്തിരി പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാട്ടൊലിവായിരുന്നു നമ്മെ നാട്ടൊലിവായിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മളെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുന്നാണ് ഇനിയിപ്പം നമുക്ക് എണ്ണ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം, ആ നിറവ് നമുക്ക് വരുന്ന എവിടുന്നാണ്?
ക്രിസ്തുവിലൂടെ നമ്മൾ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നോ, എത്രത്തോളം നമ്മൾ താഴുന്നോ, എത്രത്തോളം നമ്മൾ വിനയപ്പെടുന്നോ, അതനുസരിച്ച് തൻ്റെ ആ ആത്മനിറവ് നമ്മളിലേക്ക് പകർന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പം ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്ന ഒരിക്കലുമില്ല. വ്യത്യാസം ആർക്കാ സംഭവിക്കുന്നറിയോ? ദൈവത്തെ സ്തുതിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്കാണ് വരേണ്ടത്. ഇന്ന് പലർക്കും തെറ്റിപ്പോയ കുഴപ്പം, അവർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിനെന്തോ ഒരു പ്രത്യേക അനുഭവം കൊടുക്കുവായിട്ടാണ് കാണുന്നത്. ഒരിക്കലുമല്ല. ഞാൻ സ്തുതിച്ചില്ല, ദൈവത്തിനൊന്നും സംഭവിക്കാനില്ല. അവൻ സ്തുതികളുമേൽ അധിവസിക്കും ദൈവം. നമ്മൾ സ്തുതിക്കുമ്പം നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരിക. നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നോ, ദൈവത്തെ നമ്മൾ ദർശിക്കുന്നോ, അതനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും ദൈവത്തിൻ്റെ ഗ്ലോറിയും നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ചെയ്യുന്നത്. ഇത് അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്തുതിക്കുമ്പോൾ നമ്മളോട് ആരും പറയേണ്ട ആവശ്യമില്ല, സഹോദരാ നീ സ്തുതിക്ക്. ഇന്ന് പല സഭകളിലും സ്തുതിക്കാനായിട്ട് ജാക്കി വെച്ച് കൊടുക്കുക. വണ്ടിക്ക് പഞ്ചറായി കഴിഞ്ഞാൽ ജാക്കി വെച്ചല്ലേ പൊക്കുന്നത്. ഇതേപോലെയാണ് പൊക്കുന്നത്. ചിലർ മൈക്കെടുത്ത് ഓടുന്നു, ചിലർ ഡാൻസ് കളിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 75-80 വയസ്സോളം കാണും, PG വർഗീസ് എന്ന് പറഞ്ഞ ദൈവാസന. പുള്ളി പരപരമേശ പരമരുളീശ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഭയങ്കര ഡാൻസ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, സൈസുമാരെ, ഇവിടെ പരിശുദ്ധാത്മാവിൽ ഏറ്റവും അധികം നിറഞ്ഞ് ജീവിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എവിടെയാണ്? 5000 പേരും 10,000 പേരും തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിലുണ്ടായിരുന്നു. എവിടെയാണ് യേശു ക്രിസ്തു ഡാൻസ് ചെയ്ത്? എവിടെയാണ് പഞ്ചാബി നൃത്തം നടത്തിയത്? അല്ലെ ഗലീല നൃത്തം നടത്തിയത് എവിടെയാണ്? അല്ലെ യെരുശലേമിലെ നൃത്തം നടത്തിയത് എവിടെയാണ്? നമ്മളിതൊക്കെ കേട്ടിട്ട് എല്ലാവരും അങ്ങ് ആസ്വദിച്ചിരിക്കുക. ഇത് ആത്മാവിലുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞ് ഇന്ന് കാണിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുക, അപമാനിച്ചുകൊണ്ടിരിക്കുക. ഇത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. വെളിച്ചമുള്ളൊരിത് പറഞ്ഞേ പറ്റൂ. കാരണം സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പം നൃത്തം ചെയ്യാനല്ല. ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് കൺട്രോൾ, നമ്മളെ സ്വയം പരിശുദ്ധാത്മാവ് നമ്മളെ സ്വയം നിയന്ത്രിക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന അങ്ങനെയാണ്. നമ്മളെ സ്വയം നമ്മളെ നിയന്ത്രിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയും എല്ലാ മേഖലകളിലും. അവിടെ നമ്മളെ ദൈവസ്വഭാവമുള്ളവരാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് വൃക്ഷം ശരിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ കണ്ടു, നമുക്കറിയാം. നമ്മൾ അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം അതിൻ്റെ 27-11 വാക്യം എന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 27-11. അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും, സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ, അതുകൊണ്ട് മതി. അതിലെ കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോൾ സ്ത്രീകൾ വന്നത് പറക്കി തീ. ഇത് ഇസ്രയേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചറിവില്ലാത്ത ജാതി അല്ലേ? യേശു ദൈവമാണെന്ന് പോലും, യേശു ക്രിസ്തുവാണെന്ന് പോലും, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല അല്ലേ? അവർ ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം കൊണ്ട് വായിക്കുമ്പം അബ്രഹാം ഞങ്ങൾക്ക് ദൈവമാണ്, പിതാവാണെന്ന് അവർ പറയുക. കർത്താവായ യേശു ക്രിസ്തു, അബ്രഹാം നിങ്ങൾക്ക് പിതാവാണെങ്കിൽ അബ്രഹാം എന്നെയാണ് വിശ്വസിക്കുന്നത്, അബ്രഹാം എൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടല്ലേ പറഞ്ഞത്? ഒന്നാലോചിച്ച് നോക്കി, വളരെ സിമ്പിളായിട്ട്. അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന, മീൻ പിടിച്ച് നടന്ന, കടൽക്കരയിൽ കൂടെ നടന്ന പത്രോസിനും ലൂക്കോസിനും മത്തായിക്കും മർക്കോസിനും മനസ്സിലായി യേശു ക്രിസ്തു ദൈവമാണെന്നും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഉള്ള വെളിപ്പാട് ദൈവം കൊടുത്തു. കാരണം എന്നിട്ട് ഇവർ കർത്താവിനെ കാത്തിരുന്നവരാ. ഇവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകളല്ല. ഇവർ ഇത് പറയുമ്പം പോലും റോമാ ഗവൺമെൻറ്റിന് അടിമകളായിരിക്കുക. അപ്പോൾ അവർ പറയാം, ഞങ്ങൾ ആർക്കും അടിമകളല്ല. ഇന്ന് പലരും പറയുന്നത്, ഞാൻ ആർക്കും അടിമയല്ല. വേണ്ട സഹോദരന്മാരെ, നമ്മൾ ആർക്കും അടിമയാകണ്ട. നമ്മളെ ആർക്കടിമയായിട്ടാണ് വിളിച്ചിരിക്കുന്നറിയോ? ക്രിസ്തുവിൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ അടിമകളാണ്. നമ്മൾ ആരുടെയും അടിമയല്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ അടിമയാണ് നമ്മൾ. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ അടിമയല്ലെന്ന് പറയുമ്പോൾ തന്നെ അടിമയായിരിക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ അടിമയല്ലെന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഈ യഹൂദന് സംഭവിച്ച കുഴപ്പം അതാ. ഇന്ന് യഹൂദനെ പോലുള്ള ഒത്തിരി ബുദ്ധി കൂർമ്മമുള്ള മനുഷ്യരുണ്ട്. അവരും ഇന്ന് ചിന്തിക്കുന്നതാ. അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ഈ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേ, അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ സഹോദരന്മാരെ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടെ കടന്നു വരുവാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയാം. എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനമൊന്നും വായിക്കാൻ നന്നായിട്ട്
അറിയത്തില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല. അത് പറയുന്നതിന് എനിക്ക് നാണക്കേടൊന്നുമില്ല. ഞാൻ 3ാം ക്ലാസ്സിലുണ്ട്, ഒരു 6 7 ദിവസം പോയൊരു ഓർമ്മയെ എൻ്റെ ജീവിതത്തിലുള്ളൂ. എന്നാൽ ഞാൻ ഈ വചനം എൻ്റെ കൈ കിട്ടിയ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നിങ്ങളോട് പറയാം. എൻ്റെ ദൈവമേ, എനിക്ക് ലോകത്തിലെ ഒരു പുസ്തകവും വായിക്കണ്ട, എനിക്ക് ഇത് വായിച്ച് എനിക്ക് അങ്ങേ മാത്രം അറിയണം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സഹോദരന്മാരോട് പറയാം, ഒരു 4 പ്രാവശ്യം ഞാനിത് ഫുള്ളായിട്ട് വായിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, ഇത് നമ്മുടെ കഴിവല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിദ്യാഭ്യാസം നല്ലതാണ്. എത്രത്തോളം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കൊച്ചുമക്കൾക്ക് എത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും അത്രയും വിദ്യാഭ്യാസം കൊടുക്കും. ഞാൻ പറഞ്ഞത് കാരണമല്ല. അതുകൊണ്ടൊന്നും നമ്മൾ ദൈവവചനത്തിൽ തികഞ്ഞ ആത്മീയരായിക്കണമെന്നില്ല. അത് ലോകപ്രകാരമുള്ള കാര്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസവും ദൈവവചനത്തോട് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് മനോഹരമായിട്ട് ദൈവം കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആരും വിദ്യാഭ്യാസം ചെയ്യരുതെന്നോ ഒന്നും പറയുന്ന ആളല്ല ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളാരും ചെയ്യരുതെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ TV കാണാറില്ല. ഞാനതുകൊണ്ട് എൻ്റെ മക്കളോടും പറയാറില്ല നിങ്ങൾ TV കാണരുത് ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വെളിച്ചമാത്, എനിക്ക് തന്നിരിക്കുന്ന പ്രകാശമാത്, അത് ഞാൻ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അത് ദൈവവും ഞാനും വ്യക്തിപരമായ ചില ബന്ധങ്ങളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 3:39 വാക്യം നമ്മൾ സാധാരണ വായിക്കുന്നൊരു വാക്യമാണ്. അതുപോലെ ആവർത്തന പുസ്തകം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 8ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം. ആവർത്തനം 8:8. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായിട്ടുള്ള ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായിട്ടുള്ള ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. കേട്ടോ, ഇത് ഇസ്രയേലിനെ അടിമവീടായ മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിലൂടെ നടത്തി കനാലിലേക്ക് കൊണ്ടുപോയി. അവരുടെ യാതൊരു അധ്വാനവും കൂടാതെയാണ് അവിടുത്തെ എല്ലാ ഫലവും അവർക്ക് അനുഭവിക്കാനിടയായത്. നമുക്കറിയാം, അവിടുത്തെ ഒരു മുന്തിരിക്കൊല 2 പേരാണ് തോളെ വെച്ചുകൊണ്ട് കടന്നു വന്നത്, അല്ലേ? അപ്പോൾ അവിടുത്തെ ഫലപുഷ്ടി എത്ര വലിയതായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, അവിടുത്തെ പശുക്കൾ അവിടെ കിടക്കുന്ന സമയത്ത് അകിടിലൂടെ പാല് പോകും. പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയാനുള്ള കാരണം അതുപോലെ വളരെ ഫലമുള്ള ഒരു ദേശം. ഈ ദേശത്ത് എന്ന് നിങ്ങൾ പാർക്കുമ്പോൾ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പാർത്ത് നല്ല തട്ടൊക്കെ ഇട്ട വീടൊക്കെ ഉണ്ടാക്കി നിങ്ങളതിൽ വസിക്കുമ്പം നിങ്ങളെ തിന്ന് തൃപ്തരായ ശേഷം നിങ്ങളെ കൊണ്ടുവന്ന ആ മിസ്രൈം ദേശത്തിന് കൊണ്ടുവന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. സഹോദരന്മാരെ, ഓല വീട് മാറി, കച്ചി വീട് മാറി, ഓടിട്ട വീടായി. നമുക്ക് വാർക്ക വീട് തന്നു, 2 നില തന്നു, 3 നില തന്നു, ടൈലിട്ടു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പം CCTV വരെ എല്ലാ സൗകര്യങ്ങളും നമുക്കായി. ഇപ്പം കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ പോലും AC ഇല്ലാത്ത വീടില്ല, 2 വണ്ടിയില്ലാത്ത വീടില്ല. ആലോചിക്കുക, ഇവിടെ എല്ലാം നമ്മൾ ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയാം, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചോട്ടെ. ഇതെല്ലാം അനുഭവിക്കുമ്പം ഇത് തന്നവനായ നമ്മൾ അടിമ വീടായ മിസ്രൈം ദേശത്ത് കിടന്നപ്പോൾ, അതായത് ഒരു അടിമ അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞപ്പം കച്ചി ആദ്യം കൊടുക്കുമായിരുന്നു കട്ടയുണ്ടാക്കാനായിട്ട്. ഇപ്പം താളടി സ്വന്തം അന്വേഷിച്ച് വേണം കൊണ്ടുവരാൻ. കട്ടയുടെ എണ്ണത്തിന് കുറവ് വരാനും പാടില്ല. വളരെ പ്രയാസപ്പെട്ട് അവിടെ ആയിരുന്നു. അവരുടെ നിലവിളി കേട്ട് ദാസനായ മോശെ ഇറക്കി കൊണ്ടുവന്ന് അവരെ അവിടുന്ന് രക്ഷിച്ചു. വേണ്ടേ, ഇപ്പം നല്ല സുഖം, കല്ല് ഇരുമ്പ് ഒക്കെയുള്ള ദേശം. ആലോചിച്ച് നോക്കിയേ, പണത്തിന് യാതൊരു കുഴപ്പമില്ല. മക്കളെല്ലാം വിദേശത്ത്. ATMൻ്റെ വാതിക്കലോട്ട് പോയി നിന്നാൽ മതി. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് സോസുമാരെ, ഞാൻ നിലമ്പൂർ താമസിക്കുമ്പം TPM എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഒരു മൂർക്കം പാമ്പ് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സഹോദരിയെ കടിച്ചു. ആ സമയത്ത് അവിടുത്തെ മൂപ്പനും അവിടുത്തെ സഹോദരിമാരെല്ലാം കൂടെ വന്ന്, അന്ന് കട്ടിലും പായും ഒന്നുമില്ല, ചാക്കൊക്കെ ഇട്ട്. അന്ന് എനിക്കൊരു കൂടി വന്നാൽ ഞാൻ ഓർക്കുന്നുണ്ടെന്ന്, ഞങ്ങൾ നിലമ്പൂരിൽ താമസിക്കുന്ന സമയമാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ 7 ദിവസം പോയത് ഉപ്പട സ്കൂളിലാണ് പോയത്. എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ കാരണം, അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഇവരുടെ ഒച്ചപ്പാടൊക്കെ ഇട്ട് വീട്ടിൽ ചെന്നപ്പം ഈ മൂർക്കം പാമ്പ് കടിച്ച ഈ അമ്മച്ചിയെ നടുക്ക് കടത്തിയിട്ട് ഇവരിപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു. ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാ, എൻ്റെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞു. നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിന് ഇന്നും കുറവുകൾ വന്നിട്ടില്ല. അവൻ്റെ ചെവിക്ക് മന്ദതയൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവവും നമ്മളും തമ്മിൽ അകന്നിരിക്കുന്ന നമ്മുടെ അകൃത്യങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. അന്ന് പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിൽ ഇന്നും പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്.
വേറൊന്നുമല്ല, ദൈവത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ആ ദൈവം തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെല്ലാം ഇപ്പോഴും ദൈവം നമുക്ക് എത്ര നന്മകൾ തന്നാലും എത്ര അനുഗ്രഹങ്ങൾ തന്നാലും ഈ ലോകത്തിൽ നമ്മൾ എത്രമാത്രം ഉന്നമനത്തിൽ നമ്മളെ കൊണ്ടുപോയാലും സഹോദരന്മാരെ, താഴ്മയുടെ തലത്തിൽ നിൽക്കുന്ന, എന്നാൽ താഴ്മയുടെ സ്ഥലത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളെ ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം, എനിക്ക് അവർ വ്യക്തമായിട്ട് അറിയാവുന്നവരുണ്ട്. അവർക്ക് എത്ര ലഭിച്ചാലും അവർ കടന്നു വന്ന വഴി മറക്കാത്ത സഹോദരന്മാരെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കറിയാം, അവരുമായിട്ട് ഇടപെടാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എന്നാൽ പലരും ഇന്ന് അതിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പം പുള്ളിയോട് പറയാം, ഞാൻ ദൈവത്തോട് പല കാര്യങ്ങളും ചോദിച്ചു, അദ്ദേഹത്തിന് ഇനിയും കൊടുക്കാൻ എൻ്റെ കാഴ്ചപ്പാടിലൊന്നുമില്ല. ഇനിയും പുള്ളിക്ക് വേണ്ടുന്നത്, അതായത് ഒരു ഇന്നോവ കാറ് വേണം, അതാണ് പുള്ളിയുടെ ആഗ്രഹം. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ചോദിച്ചത്, സഹോദര ഇപ്പോൾ അത്യാവശ്യം ഒരെണ്ണം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം സഹോദരന്മാരെ, മനുഷ്യൻ എത്ര ആയാലും ദൈവത്തിന് ശമരിയക്കാരി സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ലോകം തരുന്ന വെള്ളം, ലോകം തരുന്ന നേട്ടം എത്ര വാരിക്കൂരിയ നമ്മൾ സ്വീകരിച്ചാലും പോരെന്നേ വരുള്ളൂ. ദൈവത്തിന് വരുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന, യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് തൃപ്തനായിരിക്കും. അവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോഴും അവൻ തൃപ്തനായിരിക്കും. സഹോദരന്മാരെ, ഞാൻ പറയാമായിരുന്നു, ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കാരണം എനിക്ക് മഹത്വപ്പെടുത്താതിരിക്കാനായിട്ട് കഴിയത്തില്ല. അതേ സാഹചര്യങ്ങളിലാണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സങ്കീർത്തനം 80-11-16 വാക്യങ്ങൾ വായിക്കാം. 80 അധ്യായം. സങ്കീർത്തനം 80-11-16 വാക്യം. അത് 11-16 വരെ. സോറി. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ നീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു. കണ്ടോ, ഇസ്രയേലിന് നല്ല അവസരം കൊടുത്തു. ആവർത്തന പുസ്തകത്തിൽ വായിച്ചു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, അവരുടെ ആ മ്ലേച്ഛത നിമിത്തം ആ മുന്തിരിവള്ളി എങ്ങനെയായി തീലിട്ട് ചുട്ട് കളയേണ്ട അവസ്ഥ വന്നു. സദസ്യന്മാരെ, നമ്മൾ മറന്നു പോകരുത്. ഈ വചനമൊക്കെ നമ്മൾ കേട്ട്, നമ്മൾ വായിച്ച് ധ്യാനിച്ച് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അവരുടെ അഹങ്കാരം, അങ്ങനെ നമ്മൾ വായിച്ച് അഹംഭാവം, അതൊക്കെ അവർ സംഭവിക്കാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ എത്ര സമൃദ്ധി നടത്തിയാലും നമ്മുടെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഏത് ആവശ്യങ്ങളിലും സഹോദരന്മാരെ, എനിക്ക് ATM-ലോ ബാങ്കിലോ കാശ് കിടന്നാലും ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്ഥലത്തിലാണ് ആദ്യം മുട്ടുകുത്തേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ATM-ന് മുമ്പിലോട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തണം. കർത്താവേ, എൻ്റെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ, എൻ്റെ ഈ പ്രത്യേക ഈ അവസരത്തിൽ എനിക്ക് നിൻ്റെ മുഖം മാത്രമേ അന്വേഷിക്കാനുള്ളൂ. അങ്ങനെ അന്വേഷിക്കുന്ന വ്യക്തിയെ ദൈവം ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ഭൗതിക നന്മകളല്ല, ആത്മീയ കാര്യങ്ങൾ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് ആത്മീയമായിട്ട് നമ്മൾ സമ്പന്നരായി മറ്റുള്ളവർക്ക് നമ്മൾ ആ കൊമ്പുകളൊക്കെ നീണ്ടു നിന്ന് പോകുന്നവരൊക്കെ ഫലം പറിക്കുമായിരുന്നു നമ്മൾ വായിച്ചത്. ഇപ്പോൾ ആ കൊമ്പെല്ലാം അങ്ങ് ഉണങ്ങി, ഫലവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം കാട്ടുപന്നി അവിടെ കയറുവാൻ തക്കവണ്ണം വേലി വരെ പൊളിച്ചു കൊടുക്കുവാൻ ദൈവം അനുവദിച്ചു. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. കണ്ടോ, സ്വാഭാവിക കൊമ്പായിരുന്ന സ്വന്തം ജനമായ ഇസ്രയേലിനെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നമ്മളെയും ദൈവം ആദരിക്കാതെ പോയെന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ ദയ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്തെ നിലനിൽക്കാഞ്ഞാൽ അവരോട് കൂടെ ഒടിക്കും, അവരും വീണ്ടും ഒടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ട് മരത്തിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായ നല്ല ഒലിവ് മരത്തിനെ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ
ഒക്കെ മുമ്പുള്ളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ നിന്ന് എത്രയധികമായി ഒട്ടിക്കും എന്ന് നമ്മളിവിടെ വായിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മളെ ഒട്ടിച്ചത്. മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹോദരന്മാരെ, അതായത് നമ്മൾ വിവിധ എത്ര പേരുണ്ടോ, പല സ്വഭാവമുള്ളവരാണ്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പം നമുക്കൊരു ലക്ഷ്യവും, നമ്മൾ പലപ്പോഴും കേൾക്കാം, ഒരു ഹൃദയവും ഒരു മനസ്സും ഒരാത്മാവും മാത്രമേ നമുക്ക് ഉള്ളവരായി തീരാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ആയിരിക്കുന്ന ഒരു സഭ, ഒരു കുടുംബം തന്നെയായിരിക്കും. സഹോദരന്മാരെ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ആ സഹോദരിയുടെ ബുദ്ധിമുട്ട് എൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ ബുദ്ധിമുട്ട് ആ സഹോദരിയുടെ ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ വേദന ആ സഹോദരിയുടെ വേദനയായിരിക്കും, ആ സഹോദരിയുടെ വേദന എൻ്റെ വേദനയായിരിക്കും. നമുക്ക് ആ ഒരു തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മാവിൽ അങ്ങോട്ട് ദൈവത്തോട് ചേർന്നിട്ടില്ലെന്നാണ് സഹോദരന്മാരെ കാണിക്കുന്നത്. അങ്ങനെ ചേർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ബേബി സഹോദരനെ ഹോസ്പിറ്റലായെന്ന് അറിഞ്ഞു. ഞാൻ ഓർക്കാൻ എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരം വന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വന്നു. എന്നാൽ അത് നമ്മുടെ വേദനയായിട്ട്, നമ്മുടെ ഭാരമായിട്ട്, പക്ഷേ നമുക്ക് ദൂരമായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു തരികയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുവാനായിട്ട് സഹോദരന്മാരെ, അതാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുന്ന സഭയിലൂടെ സംഭവിക്കുന്ന. നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു അംഗമാണ്. എൻ്റെ ഈ ചെറിയ വിരലിന് ഒരു വേദന വന്നാൽ എൻ്റെ ഈ 4 വിരലും കൂടെ കൂടിയാണ് അതിനെ താങ്ങുന്നത്. അല്ല, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കൂടിയാണ് അതിനെ താങ്ങുന്നത്. ഈ നിലയിൽ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു ദർശനം, ഒരു വെളിപ്പാട് ഇന്ന് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുക. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ നഷ്ടപ്പെട്ടവരുടെ മധ്യത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ ഭയങ്കര കൃപയാനുള്ള ഒരു ഏലിയാവിനെക്കുറിച്ചൊക്കെ നമ്മളോട് വായിക്കുമ്പം, ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യം ചെയ്തു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഏലിയാവിനോട് ദൈവം പറഞ്ഞു, വാലിന് മുട്ടുകുത്താത്ത 1000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, ഏത് കാലത്തും കൃപയാലുള്ളൊരു ശേഷിപ്പ് കർത്താവ് എല്ലായിടത്തും അത് നമ്മുടെ മധ്യത്തിലും ദൈവം കൊണ്ടുതന്നുണ്ട്. ആ കൃപയാലുള്ള ശേഷിപ്പായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന ശേഷിപ്പായിട്ട്, ജീവൻ പകർന്നു കൊടുക്കുന്ന ശേഷിപ്പായിട്ട്, നല്ല ഒലിവു മരമായി ഫലം എല്ലായ്പ്പോഴും കൊടുക്കുന്നവരായി നമ്മളിൽ നിന്ന് ഫലം മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാനും നമുക്കും ഫലം ആസ്വദിപ്പാനായിട്ട് ദൈവത്തിൻ്റെ വേദിയായി നിങ്ങൾ ഫലം കായ്ക്കുകയും നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും വേണം. നമ്മളിൽ ഫലം കായ്ച്ചാൽ പോരാ സഹോദരന്മാരെ. ഒത്തിരി സമയമാകുമ്പോൾ നമുക്കറിയാം, ഡിസംബർ ആകുമ്പോൾ മാവ് പൂക്കാറുണ്ട്, നിറച്ച് പൂവുണ്ടാവും. പക്ഷേ പൂത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 കിണ്ടിൽ മാങ്ങ കിട്ടേണ്ട മാവേൽ ആ കിട്ടിയത് 1 കിണ്ടിൽ മാങ്ങായാണ്. ബാക്കി മുഴുവൻ മഞ്ഞ് വന്നപ്പം ആ പ്രതികൂല സാഹചര്യങ്ങൾ ഉരുകിപ്പോയി. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഫലം കായ്ച്ചാൽ പോരാ, നമ്മുടെ ഫലം നിലനിൽക്കണം. ആ ഫലം നിർത്താനായിട്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ വേദത്തിൽ വായിച്ചു നമ്മൾ നെഗളിച്ചു പോരുന്ന സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നമുക്ക് തന്നെ നമ്മൾ ബുദ്ധിമാന്മാരെന്ന് നമുക്ക് തോന്നാതിരിപ്പാൻ നമ്മളിത് ഈ രഹസ്യം അറിയരുത്. ഇത് വലിയൊരു രഹസ്യമാണ് സഹോദരന്മാരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ആ രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ വചനത്താൽ എന്നെ നിങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ.